വെൽക്കം ടു ഗ്രേസ് പാത്ത്. പേര് കേൾക്കുമ്പോൾ തന്നെ സാധാരണക്കാരെ ആശങ്കയിലാക്കുന്ന ഒരു ടെസ്റ്റാണ് ബയോപ്സി. കാരണം ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് ഇത് ക്യാൻസർ നിർണയത്തിനുള്ള ടെസ്റ്റാണ്. ശരീരത്തിലെ ഓരോ അവയവത്തിനും അതതിൻ്റെ ധർമ്മങ്ങളനുസരിച്ച് വ്യത്യസ്ത ഘടനയും വ്യത്യസ്ത സ്വഭാവ സവിശേഷതകളുമുള്ള കോശങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. ഓരോ രോഗങ്ങളിലും ഈ കോശങ്ങൾക്ക് വരുന്ന മാറ്റങ്ങളും വ്യത്യസ്തമായിരിക്കും. ഒരു മൈക്രോസ്കോപ്പിൻ്റെ സഹായത്തോടെ ഈ ശരീരകലകളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ വിശദമായി പഠിച്ച് രോഗകാരണം കണ്ടെത്താൻ സഹായിക്കുന്ന പരിശോധനയാണ് ബയോപ്സി. ഉദാഹരണമായി ഒരാളുടെ കഴുത്തിലുണ്ടാകുന്ന കഴലവീക്കം, അതായത് ഈ ലിംഫ് നോഡുകൾക്കുണ്ടാകുന്ന വീക്കം തൊണ്ടയിലുണ്ടാകുന്ന ഏതെങ്കിലും അണുബാധ മൂലമോ അല്ലെങ്കിൽ ക്ഷയം അല്ലെങ്കിൽ ട്യൂബർക്കുലോസിസ് മൂലമോ അല്ലെങ്കിൽ ലിംഫോമ പോലെ ഈ ലിംഫ് നോഡുകളെ ബാധിക്കുന്ന അർബുദാവസ്ഥകൾ മൂലമോ അല്ലെങ്കിൽ ശ്വാസകോശത്തിലോ അന്നനാളത്തിലോ ഉണ്ടാകുന്ന ക്യാൻസറിൻ്റെ പകർച്ച, നമ്മൾ സെക്കൻഡറി എന്ന് പറയും, അതുമൂലമോ ഒക്കെ ആകാം. ഈ ഭാഗത്ത് നിന്ന് ഈ ഗ്രന്ഥിയുടെ ഭാഗം ബയോപ്സി ചെയ്ത് പരിശോധിക്കുന്നതിലൂടെ ഇതിലേത് കാരണത്താലാണ് ഈ ഗ്രന്ഥി വലുതായിരിക്കുന്നത് എന്ന് നമുക്ക് കൃത്യമായി കണ്ടെത്താനായിട്ടും സാധിക്കും. ഇത് കൃത്യമായ ചികിത്സ ഉറപ്പാക്കാനായിട്ടും രോഗിയെ സഹായിക്കും. രോഗബാധിതമായ സ്ഥലങ്ങളിൽ നിന്നും കോശങ്ങൾ എടുക്കുന്ന സൈറ്റോളജി പരിശോധനകളും ഒരു പരിധിവരെ നമ്മെ ഇത്തരത്തിൽ രോഗനിർണയത്തിന് സഹായിക്കും. ഉദാഹരണമായി ഗർഭാശയ മുഖത്തുണ്ടാകുന്ന രോഗങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ചെയ്യുന്ന പാപ് സ്മിയർ ടെസ്റ്റ്, അതുപോലെ തൈറോയിഡ് ഗ്രന്ഥിയുടെ വീക്കം, അതുപോലെ ലിംഫ് നോഡുകൾ, ഇവയിലൊക്കെ ഉണ്ടാകുന്ന രോഗങ്ങൾ നിർണ്ണയിക്കാനായിട്ട് നമ്മൾ ചെയ്യുന്ന ഫൈൻ നീഡിൽ ആസ്പിറേഷൻ സൈറ്റോളജി അല്ലെങ്കിൽ ബയോപ്സി. ഈ ടെസ്റ്റുകളെല്ലാം ഇത്തരത്തിലുള്ളവയാണ്. FNAC ടെസ്റ്റിനെ പറ്റി ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അതുപോലെ തന്നെ പാപ് സ്മിയർ ടെസ്റ്റിനെ പറ്റി താമസിയാതെ തന്നെ മറ്റൊരു വീഡിയോ ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ആ സൈറ്റോളജി ടെസ്റ്റുകളെ പറ്റി ഈ വീഡിയോയിൽ സംസാരിക്കുന്നില്ല. ശരീരത്തിലെ മുഴകളിൽ നിന്നും ടിഷ്യൂ നീക്കം ചെയ്യുന്ന ഇതിന് പലവിധമായ മാർഗങ്ങളാണ് നമ്മൾ അവലംബിക്കുന്നത്. ഇത്തരം മാർഗങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ഈ ബയോപ്സിയെ പല പേരുകൾ നൽകി നമുക്ക് പഠിക്കാം. അതിൽ ആദ്യത്തേതാണ് ഇൻസിഷണൽ ബയോപ്സി. ഈ സംശയകരമായ തടിപ്പിൽ നിന്ന് ഒരു ഭാഗം മാത്രം നീക്കം ചെയ്ത് അത് പരിശോധിക്കുന്ന രീതിയാണ് ഇൻസിഷണൽ ബയോപ്സി. മറ്റൊന്ന് എക്സിഷണൽ ബയോപ്സിയാണ്. ഇവിടെ ആ സംശയകരമായ തടിപ്പ് മുഴുവനായും നീക്കം ചെയ്ത് അത് മുഴുവനായും തന്നെ പരിശോധനയ്ക്ക് വിധേയമാക്കുന്ന പ്രക്രിയയാണ് എക്സിഷണൽ ബയോപ്സി. ഇനി ഷേവ് ബയോപ്സി, പഞ്ച് ബയോപ്സി, ഈ രണ്ട് രീതികളും സാധാരണഗതിയിൽ നമ്മുടെ തൊലിപ്പുറത്തുണ്ടാകുന്ന രോഗങ്ങൾ നിർണ്ണയിക്കാനായിട്ടാണ് ഉപയോഗിക്കുക. ഇതിൽ ഷേവ് ബയോപ്സിയിൽ നമ്മളൊരു സ്കാൽപ്പലിൻ്റെ അല്ലെങ്കിൽ ബ്ലേഡിൻ്റെ സഹായത്തോടെ സ്കിൻ സ്ക്രേപ്പ് ചെയ്ത് ആ രോഗാതുരമായ ഭാഗം സ്ക്രേപ്പ് ചെയ്ത് അത് പരിശോധിക്കുന്ന രീതിയാണ് ഷേവ് ബയോപ്സി. എന്നാൽ പഞ്ച് ബയോപ്സി എന്നാൽ ഒരു സർക്കുലർ ബ്ലേഡ്, അതായത് നമ്മുടെ ഈ പേപ്പർ ഹോൾ പഞ്ചറൊക്കെ പോലെ ഒരു സർക്കുലർ ബ്ലേഡ് ഉപയോഗിച്ച് കുറച്ച് ആഴത്തിൽ ഈ രോഗാതുരമായ ഭാഗം നീക്കം ചെയ്ത് അത് ടെസ്റ്റ് ചെയ്യുന്ന രീതിയാണ് പഞ്ച് ബയോപ്സി. അടുത്തത് കോർ ബയോപ്സിയാണ്. അതായത് ഒരു വൈഡ് ബോർ നീഡിൽ, വീതിയുള്ള ഉൾഭാഗമുള്ള ഒരു നീഡിൽ ഉപയോഗിച്ച് ഈ ടിഷ്യൂ റിമൂവ് ചെയ്യുന്ന രീതിയാണ് കോർ ബയോപ്സി. സാധാരണ നമ്മൾ ബ്രസ്റ്റിലുണ്ടാകുന്ന മുഴകളും മറ്റും പരിശോധിക്കാനാണ് ഈ കോർ ബയോപ്സി എടുക്കുന്നത്. ഇനി മറ്റൊരു രീതിയാണ് കോൺ ബയോപ്സി.
സാധാരണ നമ്മുടെ സെർവിക്സ്, അതായത് ഗർഭാശയ മുഖത്തുണ്ടാകുന്ന രോഗങ്ങൾ നിർണ്ണയിക്കാനായിട്ടാണ് ഈ കോൺ ബയോപ്സി എടുക്കുക. ഇവിടെ ഒരു ലേസറിൻ്റെ സഹായത്തോടെ അല്ലെങ്കിൽ ഒരു സ്കാൽപ്പലിൻ്റെ സഹായത്തോടെ കോൺ ഷേപ്പിൽ ടിഷ്യൂ റിമൂവ് ചെയ്ത് അത് പഠനവിധേയമാക്കുകയാണ് ചെയ്യുന്നത്. ഇനി ആഴത്തിലുള്ള മുഴകൾ, അതായത് പുറമേ നിന്ന് നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റാതെ ഉള്ള മുഴകൾ ബയോപ്സി എടുക്കേണ്ടി വരുന്ന സമയത്ത് നമുക്ക് ഒരു അൾട്രാസൗണ്ട് സ്കാനിൻ്റെയോ CT സ്കാനിൻ്റെയോ MRIയുടെയോ മറ്റോ സഹായം വേണ്ടിവരും. ഇങ്ങനെ ഇവയുടെ സഹായത്തോടെ ബയോപ്സി എടുക്കുന്നതിനാണ് ഇമേജ് ഗൈഡഡ് ബയോപ്സി എന്ന് പറയുന്നത്. ഇനി അന്നനാളം, ആമാശയം, അതുപോലെ കുടൽ, മൂത്രാശയം, ഇവിടെ നിന്നൊക്കെ മുഴകൾ ബയോപ്സി എടുക്കുന്നതിന് എൻഡോസ്കോപ്പ് എന്നാൽ ഒരു ക്യാമറ ഘടിപ്പിച്ച കുഴലാണ്. ഈ എൻഡോസ്കോപ്പിൻ്റെ സഹായം നമുക്ക് വേണ്ടിവരും. അതുപോലെ തന്നെ നമ്മുടെ വയറിലുള്ള മുഴകൾ, പ്രത്യേകിച്ച് അണ്ഡാശയ മുഴകളും മറ്റും ബയോപ്സി ചെയ്യുന്നതിന് ലാപ്രോസ്കോപ്പി ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ നമ്മുടെ നെഞ്ചിനുള്ളിൽ നിന്ന് ശ്വാസകോശത്തിൻ്റെ ട്യൂമറോ അതുപോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി തൊറാക്കോസ്കോപ്പി ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ നമുക്ക് എൻഡോസ്കോപ്പിക് ബയോപ്സി എന്നുള്ള കൂട്ടത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഇനി അടുത്തത് സെന്റിനൽ നോഡ് ബയോപ്സി. അത് സാധാരണയായിട്ട് നമ്മൾ ബ്രസ്റ്റ് ലംബുകൾ, അത് ക്യാൻസർ എന്ന് നമ്മൾ സംശയിക്കുന്ന അവസ്ഥകളിലാണ് ഈ സെന്റിനൽ നോഡ് ബയോപ്സി ഉപയോഗിക്കുന്നത്. ഇവിടെ ഈ ട്യൂമർ ഉള്ള ഭാഗത്ത് നമ്മളൊരു ഡൈ കുത്തിവെക്കും. എന്നിട്ട് അത് ആദ്യം ഏത് ലിംഫ് നോഡിലേക്കാണോ ഈ ഡൈ എത്തുന്നത് ആ ലിംഫ് നോഡ് നീക്കം ചെയ്ത് അത് പരിശോധനയ്ക്കായി എടുക്കും. ഇത് ഈ ട്യൂമർ, ബ്രസ്റ്റിലുണ്ടായിരിക്കുന്ന ഈ ട്യൂമർ മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചിട്ടുണ്ടോ എന്ന് കണ്ടെത്താനായിട്ട് ഈ സെന്റിനൽ നോഡ് ബയോപ്സി നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതായത് ഈ ട്യൂമർ ആദ്യം ഡ്രെയിൻ ചെയ്യുന്ന ലിംഫ് നോഡാണ് ഈ സെന്റിനൽ നോഡ്. ഇത് ഈ സെന്റിനൽ നോഡിലേക്ക് ഈ ക്യാൻസർ ബാധിച്ചിട്ടില്ലെങ്കിൽ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്കും ബാധിച്ചിട്ടില്ല എന്ന് നമുക്ക് ഉറപ്പാക്കാനായിട്ട് സാധിക്കും. ഇനി ലിക്വിഡ് ബയോപ്സി, അതുകൂടി എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ബ്ലഡ്, യൂറിൻ, അതുപോലെയുള്ള മറ്റ് ബോഡി ഫ്ലൂയിഡ്സ്, ഇവയുടെ സാമ്പിളുകളിൽ ട്യൂമറുകളിൽ നിന്നുള്ള ക്യാൻസർ കോശങ്ങളോ അല്ലെങ്കിൽ ഈ ട്യൂമറുകൾ പുറത്തേക്ക് വിടുന്ന DNA, RNA അതുപോലെയുള്ള തന്മാത്രകളോ ഏതെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കുന്ന രീതിയാണ് നമ്മൾ ലിക്വിഡ് ബയോപ്സി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇത് ബയോപ്സി പോലെ സർജറി ചെയ്യേണ്ട ആവശ്യമില്ല ഈ ലിക്വിഡ്സ് റിമൂവ് ചെയ്യാനായിട്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പല സാമ്പിളുകൾ റിപ്പീറ്റഡ് ആയിട്ട് തന്നെ ടെസ്റ്റ് ചെയ്യാമെന്നുള്ളതാണ് ഈ ലിക്വിഡ് ബയോപ്സിയുടെ ഒരു നേട്ടം. ഇനി ആരാണ് ബയോപ്സി ചെയ്യുന്നത്? അപ്പോൾ നമ്മൾ നമ്മുടെ രോഗനിർണയത്തിനായിട്ട് നമ്മൾ ഏത് ഡോക്ടറെയാണോ കണ്ടത് ആ ഡോക്ടർ ആയിരിക്കും മിക്കവാറും ബയോപ്സി ചെയ്യുന്നത്. അല്ലെങ്കിൽ ആ ഡോക്ടർ സജസ്റ്റ് ചെയ്യുന്ന മറ്റൊരു ഡോക്ടർക്കും ബയോപ്സി ചെയ്യാവുന്നതാണ്. ഉദാഹരണമായിട്ട് നമ്മൾ ആദ്യമായിട്ട് എന്തെങ്കിലും ഒരു ഗൈനക്കോളജിക്കൽ പ്രോബ്ലം കണ്ടെത്താനായിട്ട് ഒരു ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്താണ് പോകുന്നതെങ്കിൽ ഗൈനക്കോളജിസ്റ്റ് തന്നെ നമ്മുടെ ബയോപ്സി എടുക്കും. ഇനി ഗൈനക്കോളജിസ്റ്റിന് കണ്ടെത്താൻ കഴിയുന്നില്ല, കുറച്ച് ഡീപ്പായിട്ടോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ നമുക്കൊരു ഇമേജ് ഗൈഡഡ് ബയോപ്സിയുടെ ആവശ്യം വരുവാണെങ്കിൽ ഒരു റേഡിയോളജിസ്റ്റിൻ്റെ സഹായത്തോടെ ആയിരിക്കും ആ ബയോപ്സി എടുക്കുക. ഇനി ഈ പുറമേ കാണുന്ന തൈറോയിഡ്, അതുപോലെ കഴുത്തിലൊക്കെ ഉണ്ടാകുന്ന കഴല വീക്കം, ഇതൊക്കെ ഒരു പത്തോളജിസ്റ്റ് വേണമെങ്കിൽ ബയോപ്സി എടുക്കും. അതുപോലെ ബോൺ മാരോ, അതായത് അസ്ഥിമജ്ജയുടെയും മറ്റും ബയോപ്സി ഒരു ഫിസിഷ്യൻ എടുക്കാം. അതുപോലെ നമ്മുടെ അന്നനാളത്തിൽ നിന്നും മറ്റുമൊക്കെ ഉള്ളത് സർജൻസ് എടുക്കാം. അങ്ങനെ ഏത് സ്പെഷ്യലിസ്റ്റാണോ ഈ രോഗനിർണയത്തിനായിട്ട് ബയോപ്സി എടുക്കുന്നത് അവർക്ക് ബയോപ്സി എടുക്കാവുന്നതാണ്. അതുപോലെ തൊലിപ്പുറമെയുള്ള രോഗങ്ങൾ കണ്ടെത്താനായിട്ട് ബയോപ്സി ഒരു ഡെർമറ്റോളജിസ്റ്റ് ആയിരിക്കും എടുക്കുക. അപ്പോൾ അങ്ങനെ ഇവരൊക്കെയാണ് ബയോപ്സി എടുക്കുന്നത്. പക്ഷേ ഈ ടിഷ്യൂവിൻ്റെ പരിശോധന അത് നടത്തുന്നത് ഒരു പത്തോളജിസ്റ്റ് ആയിരിക്കും. ഇനി എന്തൊക്കെ
പ്രിപ്പറേഷൻസ്, തയ്യാറെടുപ്പുകളാണ് നമ്മളൊരു ബയോപ്സിക്കായിട്ട് ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ബയോപ്സി ഏത് ഡോക്ടറാണോ എടുക്കുന്നത് ആ ഡോക്ടറോട് ബയോപ്സിക്ക് മുൻപ് എന്തൊക്കെ തയ്യാറെടുപ്പുകൾ നിങ്ങൾ എടുക്കണമെന്നത് കൃത്യമായി ചോദിച്ച് മനസ്സിലാക്കിയിരിക്കണം. ഇപ്പം ചില ബയോപ്സി എടുക്കുന്നതിന് ഒരു തയ്യാറെടുപ്പും ആവശ്യം ആയി വരില്ല. ഉദാഹരണത്തിന് നമ്മുടെ തൊലിപ്പുറമേ ഉള്ള തടിപ്പുകളുടെ ബയോപ്സിയോ അങ്ങനെയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒരു തയ്യാറെടുപ്പ് തന്നെ ആവശ്യമായി വരില്ല. അതേസമയം നമ്മുടെ ഉള്ളിൽ നിന്ന്, അന്നനാളത്തിൽ നിന്നോ കുടലിൽ നിന്നോ ഒക്കെ ബയോപ്സി എടുക്കുമ്പോൾ കുറച്ച് നേരം ഫുഡൊന്നും കഴിക്കാതെ ഫാസ്റ്റിങ്ങിൽ വരാനായിട്ട് പോലും നമുക്ക് നിർദ്ദേശങ്ങൾ ലഭിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ബയോപ്സി എടുക്കുന്ന ഡോക്ടറോട് നിർദ്ദേശങ്ങൾ കൃത്യമായി നമ്മൾ ചോദിച്ചിരിക്കണം. അതുപോലെ നമ്മൾ രക്തം കട്ടപിടിക്കാതിരിക്കാനുള്ള മരുന്നുകൾ, അതായത് ആസ്പിരിൻ, വാർഫാരിൻ പോലെയുള്ള മരുന്നുകളും മറ്റും കഴിക്കുന്നവർ കൃത്യമായിട്ടും ഡോക്ടറോട് ചോദിച്ച് ഇത്തരം മരുന്നുകൾ നമ്മൾ ബയോപ്സിക്ക് മുമ്പ് നിർത്തേണ്ടതുണ്ടോ, ഉണ്ടെങ്കിൽ എത്ര ദിവസം മുമ്പ് നിർത്തണം, ഇത്തരം കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ അവരോട് ചോദിച്ച് മനസ്സിലാക്കേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും മരുന്നിനോട് അലർജി ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഡോക്ടറോട് കൃത്യമായിട്ട് പറയുകയും വേണം. കാരണം ബയോപ്സി എടുക്കുന്നതിന് മുൻപ് ഒരു മരവിക്കാനായിട്ട്, ആ സ്ഥലം മരവിക്കാനായിട്ട് ഒരു അനസ്തീഷ്യ തരേണ്ടതായിട്ട് വരും. ചില സമയത്ത് ലോക്കൽ അനസ്തീഷ്യ മതിയാകും. അതായത് നമ്മൾ ബയോപ്സി എടുക്കുന്ന ആ ഭാഗം മാത്രം മരവിപ്പിച്ചാൽ മതിയാകും. ചില സമയത്ത് ജനറൽ അനസ്തീഷ്യ മുഴുവനായിട്ടും തന്നെ മയക്കി അത് ചെയ്യേണ്ടതായിട്ട് വരും. മറ്റു ചില അവസരങ്ങളിൽ റീജിയണൽ അനസ്തീഷ്യ, അതായത് ഇപ്പം ഒരു ഭാഗം, ഒരു വലിയൊരു ഏരിയ മുഴുവനും മരവിപ്പിക്കുന്ന രീതിയിലുള്ള റീജിയണൽ അനസ്തീഷ്യ ആയിരിക്കും തരേണ്ടി വരുന്നത്. അപ്പോൾ ആ അനസ്തീഷ്യക്ക് അനുസരിച്ച് മരുന്നുകൾക്ക്, ഉപയോഗിക്കുന്ന മരുന്നുകളിൽ വ്യത്യാസം വരാം. അതുപോലെ തന്നെ ഫുഡ് റെസ്ട്രിക്ഷൻസ് പറയുന്നതിലും വ്യത്യാസം വരാം. അതുകൊണ്ട് അത് ഡോക്ടറുടെ കൃത്യമായ നിർദ്ദേശങ്ങൾ അക്കാര്യത്തിൽ സ്വീകരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതുതരം അനസ്തീഷ്യയാണ് ഉപയോഗിക്കുന്നത്, ഏത് ഭാഗത്തു നിന്നാണ് ബയോപ്സി എടുക്കുന്നത്, അതനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾ ഹോസ്പിറ്റലിൽ എത്ര നേരം അല്ലെങ്കിൽ എത്ര ദിവസം ചെലവഴിക്കണമെന്നും ഡോക്ടർ പറയുക. അത് വ്യത്യാസപ്പെട്ടിരിക്കും. ഇനി ഈ ബയോപ്സി എടുത്തതിന് ശേഷം ബയോപ്സിയുടെ റിപ്പോർട്ട് തയ്യാറാകാൻ എടുക്കുന്ന സമയമാണ്. നമുക്കറിയാം, ബയോപ്സി നമ്മുടെ ശരീരത്തിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ അത് ഒരു സ്ലൈഡ് ആയിട്ട് ഒരു പാത്തോളജിസ്റ്റിൻ്റെ മുന്നിൽ എത്താനായിട്ട് അതിനു മുൻപ് കുറേ പ്രോസസ്സുകളിലൂടെ ഈ ടിഷ്യൂ കടന്നു പോകേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ടിഷ്യൂവിൻ്റെ വലിപ്പവും മറ്റും അനുസരിച്ച് 2 മുതൽ 10 ദിവസം വരെ ഈ റിപ്പോർട്ട് റെഡി ആവാനായിട്ടുള്ള സമയം എടുക്കാം. ഒരു പാത്തോളജിസ്റ്റാണ് ഈ ബയോപ്സിയുടെ റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. പ്രാഥമിക രോഗനിർണയത്തിനും അതുപോലെ തന്നെ രോഗത്തിൻ്റെ ചികിത്സാ രീതികൾ തീരുമാനിക്കുന്നതിനും ചികിത്സയുടെ വിജയപരാജയങ്ങൾ പ്രവചിക്കാനും ഒക്കെ ഈ ബയോപ്സി ടെസ്റ്റിൻ്റെ റിപ്പോർട്ട് സഹായിക്കും. അതുപോലെ തന്നെ ഈ ബയോപ്സി ക്യാൻസർ രോഗത്തിൻ്റെ നിർണയത്തിന് മാത്രമല്ല ഉപയോഗിക്കുന്നത്. ബാക്ടീരിയ, വൈറസ്, ഫംഗസ്, പാരസൈറ്റ് ഇവയെല്ലാം ഉണ്ടാക്കുന്ന ഇൻഫെക്ഷൻസ്, അതുപോലെ തന്നെ ലിവറിനെ ബാധിക്കുന്ന ഹെപ്പറ്റൈറ്റിസ്, കിഡ്നിയെ ബാധിക്കുന്ന നെഫ്രൈറ്റിസ്, പാൻക്രിയാസിനെ ബാധിക്കുന്ന പാൻക്രിയാറ്റൈറ്റിസ് തുടങ്ങിയ ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ് കണ്ടെത്താനും ബയോപ്സി നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ ഒരുപാട് ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസ് അത് ഡയഗ്നോസ് ചെയ്യാനും ബയോപ്സി ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഒരു കുഴപ്പവുമില്ലാത്ത സാധാരണ മുഴകൾ, അതായത് ലൈപ്പോമ പോലെയുള്ള മുഴകളൊക്കെ കണ്ടെത്താനായിട്ടും ബയോപ്സി ടെസ്റ്റ് നമ്മളെ സഹായിക്കും. അതുപോലെ തന്നെ നമ്മുടെ വയറിലുണ്ടാകുന്ന അൾസറുകൾ ക്യാൻസർ മൂലവും ഉണ്ടാകാം, എന്നാൽ സാധാരണ ക്യാൻസർ അല്ലാത്ത പെപ്റ്റിക് അൾസേഴ്സ് ഉണ്ടാകാം. അപ്പോൾ അവ തമ്മിൽ തിരിച്ചറിയാനായിട്ട് ബയോപ്സി ടെസ്റ്റ് നമ്മളെ സഹായിക്കും. അതുപോലെ തന്നെ ഇപ്പം ബ്ലീഡിംഗ് ആയിട്ട് പോകുന്ന ഒരു സ്ത്രീക്ക് അത് ചിലപ്പോൾ എൻഡോമെട്രിയോസിസ് എന്ന ഒരു ക്യാൻസർ അല്ലാത്തൊരു അവസ്ഥയാകാം, ചിലപ്പോൾ യൂട്രസ് ഉണ്ടാകുന്ന ക്യാൻസറും ആകാം. അപ്പോൾ അവ തമ്മിൽ തിരിച്ചറിയാനും ഒക്കെ ഈ ബയോപ്സി നമ്മെ സഹായിക്കും. അതുകൊണ്ട് ബയോപ്സി ടെസ്റ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. അത് കൃത്യമായ രോഗനിർണയത്തിനും ചികിത്സയ്ക്കും നമ്മെ സഹായിക്കുന്ന ഒരു പരിശോധനയാണെന്ന് കരുതി സന്തോഷത്തോടു കൂടി തന്നെ അത് ചെയ്യുക.
ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫലപ്രദമായ ഒരുപാട് അറിവുകൾ നൽകി എന്ന് വിചാരിക്കുന്നു. അങ്ങനെയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻസായിട്ട് രേഖപ്പെടുത്തുക. താങ്ക് യു.